Once again, എല്ലാവർക്കും Al-Malabari യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതും ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോയെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ എമുലേറ്റർ എങ്ങനെ മനസ്സിലാക്കാമെന്ന് പഠിച്ചു. ഈ വീഡിയോയിൽ എങ്ങനെ ഒരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് മനസ്സിലാക്കാമെന്ന് നോക്കാം. നമുക്ക് നേരെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് പ്രൊജക്ട് ഫോൾഡർ കാണാം. ഇവിടെ പ്രൊജക്ട് ഫോൾഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ആപ്പ് ഗ്രാഡ് ഡിസ്ക്രിപ്ഷൻ എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ആദ്യമായി നമുക്ക് ആപ്പ് എന്നത് വിശകലനം ചെയ്യാം. ആപ്പ് അതിൽ മാനിഫെസ്റ്റ് എന്നൊരു ഫോൾഡർ കാണാം. അതിൽ ആൻഡ്രോയിഡ് manifest.xml എന്നൊരു ഫയലുണ്ട്. ഈ ഫയൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫയലാണ്. കാരണം നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റികൾ, അതിൽ കൊടുത്തിരിക്കുന്ന അങ്ങനെ എല്ലാ ആൻഡ്രോയിഡ് ഒരു ആപ്ലിക്കേഷൻ്റെ ചുരുക്ക രൂപമാണ് ഇവിടെ ഉള്ളത്. അതായത് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണം, കോൾ ചെയ്യണം എന്നിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് അതിനുള്ള പെർമിഷൻ. നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ അതിന് പെർമിഷൻ വേണം, നമുക്ക് അലോ ചെയ്യാൻ ഡിനൈ ചെയ്യുന്നതാണ് നമുക്ക് വരാറുണ്ടല്ലോ. അതല്ല ഇവിടെ നമ്മൾ കൊടുത്താലേ അങ്ങനെ വരും, അല്ലെങ്കിൽ നമ്മളുടെ ഫയൽ എററായി പോകും. പിന്നെ ഇവിടെ ആപ്ലിക്കേഷൻ കാണാം. ആപ്ലിക്കേഷൻ ടാഗിനുള്ളിൽ നമ്മൾ ഇതിൽ ഒറ്റ ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആക്ടിവിറ്റി നെയിം മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി. ഇതിലാണ് നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ ഫീച്ചേഴ്സും എല്ലാം നമ്മൾ ഈ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റിലാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അടുത്തതായി ജാവ എന്ന ഫോൾഡർ കാണാം. ഇവിടെ നമുക്ക് 3 ഫോൾഡർ കാണാം. ഇത് നമ്മുടെ com.almalabari.helloworld ഇതാണ് നമ്മുടെ പാക്കേജ് നെയിം. ഈ പാക്കേജിന് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്താൽ മെയിൻ ആക്ടിവിറ്റി എന്ന് കാണാം. ഈ മെയിൻ ആക്ടിവിറ്റി എന്നത് ജാവ ഫയലാണ്. ഒരു ആക്ടിവിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ 2 ഫയൽ ആവശ്യമാണ്. അതായത് ഒരു ജാവ ഫയലും ഒരു XML ഫയലും. അതിൻ്റെ ജാവ ഫയലാണ് ഈ ഫോൾഡറിൽ ഉണ്ടാവുക. അതായത് നമുക്ക് ഇപ്പോൾ എത്ര അഡീഷണൽ ആയിക്കാണ്ട് നമ്മൾ 2, 3, 4 ആക്ടിവിറ്റി ഇൻസേർട്ട് ഉൾപ്പെടുത്തിയാലും അതിൻ്റെ എല്ലാം ജാവ ഫയൽ നമുക്ക് ഇവിടെയാണ് ഉണ്ടാവുക. ഇനി അടുത്തത് ഈ റിസോഴ്സ് എന്ന ഫോൾഡർ, ഫോൾഡറിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രോയബിൾ, അതിൽ ഫസ്റ്റ് ഫോൾഡറാണ് ഡ്രോയബിൾ. ഈ ഡ്രോയബിൾ ഫോൾഡറിലാണ് നമ്മൾ കൊടുക്കുന്ന വീഡിയോസ്, ഇമേജസ്, ബിറ്റ്മാപ്പ് ഇമേജസ്, വെക്ടർ ഇമേജസ്, അങ്ങനെ എന്ത് ഇപ്പോൾ ആണെങ്കിലും നമ്മൾ ഇവിടെ ഈ ഡ്രോയബിളാണ് കൊടുക്കുന്നത്. ലേഔട്ട്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആക്ടിവിറ്റി പ്രവർത്തിക്കാൻ അതിനൊരു XML ഫയലും വേണം, ഒരു ജാവ ഫയലും വേണം. അതിൻ്റെ ജാവ ഫയൽസ് അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിക്കാണ് ഒരു ഡയലോഗ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ. ഡയലോഗ് ബോക്സിന് നമുക്ക് ഒരു ലേഔട്ട് വെച്ചും ഡയലോഗ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലാതെ ക്രിയേറ്റ് ചെയ്യാം. അതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം. അങ്ങനെയുള്ള ലേഔട്ട് ഫയൽസ് നമുക്ക് ഈ ഫോൾഡറിലാണ് യൂസ് ചെയ്യുക. അടുത്തതായി കാണാം മിപ്പ് മാപ്പ്. ഈ മിപ്പ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോഞ്ചർ ഐക്കൺ. അതായത് നമ്മളിപ്പോൾ ഹെലോ വേൾഡ് എന്ന ആപ്പിൻ്റെ ലോഞ്ചർ ഐക്കണായി കാണുന്നത് ഇങ്ങനെയുള്ള ലോഞ്ചർ ഐക്കൺ. ഇതല്ല നമ്മൾ ഹെലോ വേൾഡ് എന്നുള്ളത്, ഇതാണ് അതിൻ്റെ ലോഞ്ചർ ഐക്കണായി കണ്ട് ലോഞ്ചർ ഐക്കണാണ് ഇവിടെ ഉണ്ടാവൽ. ഇവിടെ ഇപ്പോൾ IC-launcher.png കാണാം. അതിൻ്റെ ഇപ്പോൾ ഒരുപാട് എണ്ണമുണ്ട്, 3, 4, 5 എണ്ണമുണ്ട്. ഈ 5 എണ്ണം ഓരോ സൈസാണ്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ പലതിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ ഓരോന്നും ആ സിസ്റ്റത്തിന്, അതായത് ആ ഡിവൈസിന് ഏറ്റവും ബെസ്റ്റ് ആയത് ഏതാണോ അത് സിസ്റ്റം തന്നെ സെലക്ട് ചെയ്ത് കണ്ട് നമ്മൾ ലോഞ്ചർ ഐക്കണായി സെലക്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഓരോ സൈസിലുള്ളതായി കണ്ട് ഇവിടെ കാണാം. എല്ലാം നമുക്ക് നോക്കുമ്പോൾ ഒരേ സൈസാണ് കാണാം, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. മിപ്പ് മാപ്പ്. ഇനി വാല്യൂസിൽ 3 XML ഫയൽ കാണാം. കളേഴ്സ് പ്രൈമറി ഡാർക്ക് കളർ ആക്സൻ. അപ്പോൾ നമ്മുടെ ഇവിടെ ഹെലോ വേൾഡ് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഇവിടെയുള്ള കളേഴ്സ്, ഇത് കളർ പ്രൈമറി ഡാർക്ക്, അങ്ങനെയുള്ള കളേഴ്സ് കാണാം. ഈ കളർ ആക്സെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴുള്ള ആനിമേഷൻസ് അങ്ങനത്തെ കാര്യത്തിനാണ് ഈ കളർ ആക്സെൻറ്റ് ഉപയോഗിക്കുന്നത്. അതൊക്കെ വിശദമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇനി സ്ട്രിങ്സ്. ഈ സ്ട്രിങ്സിൽ ഇവിടെ ആപ്പ് നെയിം കൊടുത്തിട്ടുണ്ട്. ആപ്പ് നെയിം ഹെലോ വേൾഡ്. നമുക്ക് ആപ്പ് നെയിം മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ മറ്റു സ്ട്രിങ്സുകളും നമുക്കിവിടെ ഈ സ്ട്രിങ്സ് ഫയൽസെല്ലാം നമുക്കിവിടെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. സ്റ്റൈൽസ്, നമ്മുടെ ആപ്പിൻ്റെ സ്റ്റൈൽ നമുക്കിവിടെ അഡീഷണൽ ആയിക്കാണ്ട് സ്റ്റൈൽസ് ഇനിയും ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റൈൽ ടാഗിനുള്ളിൽ ഒരു സ്റ്റൈല്
തീം ഡാർക്ക് ആക്ഷൻ ബാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റൈൽ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആപ്പ് തീം എന്ന പേരിൽ. അതിനുള്ള ഓരോ ഐറ്റംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതപ്പോൾ അങ്ങനെ നമ്മുടെ ആപ്പ് സെക്ഷൻ കഴിഞ്ഞു. ഇവിടെയുള്ള ഗ്രാഡിൽ സ്ക്രിപ്റ്റ്. ഈ ഗ്രാഡിൽ സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിക്ക് ഡീബഗ് ചെയ്യുന്നതിനാവശ്യമായ കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ബിൽഡ് ഡോട്ട് ഗ്രാഡിൽ, അതായത് പ്രൊജക്ട് ഹലോ വേൾഡ്. ഇവിടെ നമ്മളുടെ ഓരോരോ സപ്പോർട്ട് ഫയൽസ് ആണ് ഇവിടെ കാണുന്നത്, ഗൂഗിൾ അങ്ങനെയുള്ള ഫയൽസ്. ഇതിൽ കൂടുതൽ പറയാനില്ല. ഇനി ബിൽഡ് ഡോട്ട് ഗ്രാഡിൽ. ഈ ബിൽഡ് ഡോട്ട് ഗ്രാഡിലാണ് നമ്മുടെ ആൻഡ്രോയിഡ് വേർഷൻ. ഇവിടെ വെർഷൻ കാണാം. അപ്പോൾ നമ്മൾ ഓരോ ആപ്പിൻ്റെ വേർഷൻ 1.0, 1.11 അങ്ങനെയൊക്കെ കാണാം. ഫേസ്ബുക്കിൻ്റെ ഒക്കെ നോക്കണ ഒരുപാട് ഡിജിറ്റേഷൻ ഡെസിമൽ വാല്യൂ കുറവാണ്. അതൊക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ഓരോ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വെർഷൻ കോഡും വെർഷൻ നെയിമും നമ്മൾ ചേഞ്ച് ചെയ്യാൻ നിർബന്ധമാണ്. എന്നാലും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ മിനിമം SDK വേർഷൻ, മാക്സിമം SDK വേർഷൻ അങ്ങനെയുണ്ട്. പിന്നെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്കിവിടെ കാണാം ഡിപ്പെൻഡൻസീസ്. ഈ ഡിപ്പെൻഡൻസീസിലാണ് നമ്മൾ അഡീഷണൽ ലൈബ്രറി ഫയൽ ഇൻസേർട്ട് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരു കാർഡ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ കാർഡ് വ്യൂ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോക്ക് കിട്ടില്ല. അതിനാൽ നമ്മൾ കാർഡ് വ്യൂ ഇംപ്ലിമെൻറ്റേഷനിലെ കാർഡ് വ്യൂവിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മളിവിടെ ആഡ് ചെയ്യണം. എന്നാലേ നമുക്ക് കാർഡ് വ്യൂ എന്നത് നേരെ നമുക്ക് കാർഡ് വ്യൂ എന്ന ലൈബ്രറി നമ്മളുടെ പ്രൊജക്റ്റിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന മറ്റ് എപ്പിസോഡുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ശുഭദിനം.